ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ തിരക്കുള്ള സമയങ്ങളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗോതമ്പ് ദോശയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നിട്ട് തൊട്ട് വരുന്ന ബെൽ ബട്ടണിൽ ഓൾ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ദോശ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കി എടുത്തേക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം നമുക്ക് ഈ മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട്, ഒരുപാട് ലൂസായി പോകരുത്. ഞാനിപ്പോൾ ഇതിലേക്ക് 2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജീരകം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട്, അതുപോലെ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഇതുപോലെ ഒരല്പം മല്ലിയില കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ദോശയ്ക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ദോശ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതിനായിട്ട് അതുപോലെ പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിമെല്ലാം ഒരു മീഡിയത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഏകദേശം ഒരു 30 സെക്കൻഡോളം ഇതുപോലെ തന്നെ വേവിച്ചെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗം എല്ലാം നന്നായിട്ട് വലിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നെയ്യോ ഓയിലോ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇതും അതുപോലെ തന്നെ ഒരു 30 സെക്കൻഡോളം നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് കുറച്ചുകൂടി നന്നായിട്ട് മൊരിയിച്ച് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ആ രീതിയിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. സാധാരണ ഗോതമ്പ് ദോശ തയ്യാറാക്കുമ്പോൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല തക്കാളി ചമ്മന്തിക്കൊപ്പമോ അതുപോലെ തന്നെ തേങ്ങ ചട്നിക്കൊപ്പമോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒരു ലൈക്ക് തരാനായിട്ട് മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരാം. താങ്ക്